ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 3ാം ക്ലാസ്സിൻ്റെ ഗണിതം സെക്കൻഡ് ടേം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. പ്രവർത്തനം 1: പാറ്റേൺ. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേണുകൾ പൂർത്തിയാക്കുക. എ പാറ്റേൺ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് 3 ബോൾസ് വന്നു. അടുത്തത് 3 ബോൾസിന് താഴെ 3 ബോൾസ് വന്നു. അടുത്തത് ആ ബോൾസിന് താഴെ 4 ബോൾസ് വന്നു. അടുത്ത പാറ്റേണ് ആ ബോൾസിന് താഴെ 5 ബോൾസ് വരച്ചു കൊടുക്കുക. 1 2 3 4 5. അതിൻ്റെ മേലെ 4 എണ്ണം. 1 2 3 4. അതിൻ്റെ മേലെ 3 എണ്ണം. 1 2 3. അതിൻ്റെ മേലെ 2 എണ്ണം. 1 2. ഇനി ഒരു ബോൾസും കൂടി വരച്ച് കൊടുക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് ബി. എല്ലാവരും പാറ്റേൺ ശ്രദ്ധിക്കുക. 4 കള്ളിയുള്ള ഒരു ബോക്സാണ്. ആ ബോക്സിൽ ഒരു കള്ളിയിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു കള്ളിയിൽ ബോളും വരച്ചിട്ടുണ്ട്. അടുത്ത പാറ്റേൺ എങ്ങനെ വരക്കാം? ആദ്യം നമുക്ക് മറ്റു പാറ്റേണിൻ്റെ അതേപോലെ തന്നെ ഒരു സ്ക്വയർ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിതിനെ 4 കള്ളികളാക്കാം. എന്നിട്ട് മറ്റു പാറ്റേൺ ഇല്ലാത്ത ആ ഒരു കള്ളിയിൽ നമുക്കിതിനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. മറ്റു 3 പാറ്റേണുകളിൽ നിന്നും ഈ 3 കള്ളിയിലും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്യാത്ത കള്ളി ഇതാണ്. ഇതിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ബോളും വരച്ച് കൊടുക്കാം. അടുത്തത് സി. 155 256 357. നെക്സ്റ്റ് എങ്ങനെ വരാം? ശ്രദ്ധിക്കൂ. ആദ്യം 1 വന്നു, രണ്ടാമത്തേൽ 2 ആണ് വന്നത്, പിന്നെ 3 വന്നു. അപ്പോൾ അടുത്തത് 4 എഴുതാം. പിന്നെ എല്ലാറ്റിലും രണ്ടാമത് വന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് 5 എഴുതാം. പിന്നെ ശ്രദ്ധിക്കൂ, മൂന്നാമത് 5 6 7. അപ്പം നമുക്ക് അടുത്തത് 8 എഴുതാം. അടുത്തത് ഡി. പാറ്റേൺ ശ്രദ്ധിക്കൂ. ഈ പാറ്റേണിലെ അടുത്ത ചിത്രം ചുവടെ ഉള്ളവയിൽ നിന്നും കണ്ടെത്തി വരച്ച് ചേർക്കുക. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായത്. അടുത്തത് ഈ 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതുക. അത് എങ്ങനെ എഴുതാം? 100 200 300 400. പ്രവർത്തനം 2: എണ്ണം പറയാം. ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റും ഉണ്ട്. എല്ലാ സ്റ്റുഡൻസും ചിത്രം ശ്രദ്ധിക്കുക. ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റ്. 3 ഗുണിക്കണം 11 സമം 33. അടുത്തതോ 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റ്. 2 ഗുണിക്കണം 9 സമം 18. ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? 33 കൂട്ടണം 18 സമം 51 പേർക്ക് യാത്ര ചെയ്യാം. 51. അടുത്തത് ബി. യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? അപ്പം മക്കൾ ശ്രദ്ധിക്കുക. 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ്. 3 ഗുണിക്കണം 2 സമം 6. അടുത്തതോ 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റ്. 2 ഗുണിക്കണം 4 സമം 8. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? അപ്പോൾ അതെങ്ങനെ എഴുതാം? 6 കൂട്ടണം 8 സമം 14. ഇനി 14 പേർക്കും കൂടി ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാം. അടുത്തത് സി. ചുവടെ തന്നിരിക്കുന്നവയിൽ 3 + 3 + 3 + 3 + 3 + 3 എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏത്? ശരിയുത്തരം ടിക്ക് ചെയ്യുക. അപ്പോൾ എത്ര 3 ഉണ്ട്? 1 2 3 4 5 6. 6 ഗുണിക്കണം 3. അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി. 6 ഗുണിക്കണം 3 ടിക്ക് ചെയ്യുക. നിങ്ങൾ 6 കൂട്ടണം 3 എന്ന് എഴുതരുത്, അത് തെറ്റാണ്. 6 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ അത് 9 ആണ് വരിക. 6 3
കൂട്ടി നോക്കിയാൽ 6 3 കൂട്ടുക. 6 3 കൂട്ടിയാൽ 18. അതായത് 6 ഗുണിക്കണം 3 18. അങ്ങനെയാണ് ആൻസർ എഴുതുക. അടുത്തത് പ്രവർത്തനം 3, ഷൂട്ടിംഗ് മത്സരം. ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏതു സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കും. ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്കോറ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്തു കൊള്ളിച്ച എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. താഴെ എല്ലാവരും ശ്രദ്ധിക്കുക. പേര് അരുൺ. അരുണിൻ്റെ ടോട്ടൽ സ്കോർ എത്രയാണ്? 302. അരുണ് 100-ൽ 3 തവണ കൊള്ളിച്ചു. 3 × 100 300. 1-ൽ 2 തവണ 2. അങ്ങനെ ആകെ ടോട്ടൽ സ്കോർ 302. അടുത്തത് വിജയ്. ടോട്ടൽ സ്കോർ 311. 100-ൽ 3 തവണ, 10-ൽ 1 തവണ, 1-ൽ 1 തവണ. ആകെ ടോട്ടൽ 311. 3 100 300, ഒരു 10, 1. 300 കൂട്ടണം 10 കൂട്ടണം 1 311. അടുത്തത് സെബീന. ആകെ ടോട്ടൽ 320. 3 100, 2 10. 3 100 300, 2 10 20. 300 കൂട്ടണം 20 320. അടുത്തത് ബി. ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ആര്? ആരാണ് ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത്? അരുൺ. അരുൺ എത്രയാണ് സ്കോർ? 302. അരുണാണ് ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത്. അടുത്തത് സി. 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? പട്ടിക ശ്രദ്ധിക്കുക. ഇതിൽ 820 എന്നുള്ളതിൽ 20 വരുന്നത് സെബീനയാണ്. അതുകൊണ്ട് 820 പോയിന്റ് നേടി വിജയിച്ച ആൾ സെബീനയാണ്. അടുത്തത് ഡി. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരത്തിലെ സ്കോർ ആകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യുക. ഓപ്ഷൻ നോക്കുക. 534, 722, 613, 1010. അതിലേതായിരിക്കും ശരി ഉത്തരം? പട്ടിക ശ്രദ്ധിക്കുക. 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ പോയിൻ്റാണ് 302, 311. ടോട്ടൽ 10 റൗണ്ട്. 302 കൂട്ടണം 311 സമം 613. 613 ശരിയായ ആൻസർ. പ്രവർത്തനം 4, കാർ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നിരിക്കുന്നത് നോക്കൂ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ ഓരോ സ്ഥലത്തിൻ്റെ ദൂരം തന്നിട്ടുണ്ട്. കൊല്ലം 65 കിലോമീറ്റർ, ആലപ്പുഴ 150 കിലോമീറ്റർ, കൊച്ചി 205 കിലോമീറ്റർ, തൃശ്ശൂർ 304 കിലോമീറ്റർ, കോഴിക്കോട് 397 കിലോമീറ്റർ, കണ്ണൂർ 471 കിലോമീറ്റർ, കാസർഗോഡ് 585 കിലോമീറ്റർ. അപ്പം താഴെ ചോദ്യം നോക്കൂ. കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്ര? കൊല്ലത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള ദൂരമാണ് ചോദിച്ചത്. കൊല്ലം 65 കിലോമീറ്റർ, കാസർഗോട്ടേക്ക് 585 കിലോമീറ്റർ. 585 കുറക്കണം 65, 520 കിലോമീറ്റർ. ആൻസർ 520 കിലോമീറ്റർ. കൊല്ലത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള ദൂരം 520 കിലോമീറ്റർ. അടുത്തത് ബി. കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം. കണ്ണൂർ 471 കിലോമീറ്റർ, കോഴിക്കോട് 397 കിലോമീറ്റർ. 471 കുറക്കണം 397 സമം 74 കിലോമീറ്റർ. ആൻസർ കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം 74 കിലോമീറ്റർ. അടുത്തത് സി. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള കാർ യാത്രയിൽ തൃശ്ശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ? തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെയാണ് രാകേഷ്. അപ്പോൾ രാകേഷ് എത്ര ദൂരമാണ് ഓടിച്ചത്? തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ 304 കിലോമീറ്ററാണ് രാകേഷ് ഓടിച്ചത്. ഇനി രാധിക ഓടിച്ചത് അതിന് ശേഷമാണ് കാസർഗോഡ് വരെ രാധിക ഓടിച്ചത്. അപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ തൃശ്ശൂർ 304 കിലോമീറ്റർ, കാസർഗോഡ് 585 കിലോമീറ്റർ. 585 കുറക്കണം 304
സമം 281 കിലോമീറ്ററാണ് രാധിക ഓടിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിച്ചത് ആരാണ്? രാകേഷ്, 304 കിലോമീറ്റർ. അപ്പം ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? ആരാണ് ഓടിച്ചത്? രാകേഷ്, 304 കിലോമീറ്റർ. എത്ര കൂടുതൽ ഓടിച്ചു? രാകേഷ് 304 കിലോമീറ്ററും രാധിക 281 കിലോമീറ്ററുമാണ് ഓടിച്ചത്. അതിൽ എത്ര കൂടുതൽ? 304 കുറക്കണം 281 സമം 23 കിലോമീറ്ററാണ് രാകേഷ് കൂടുതൽ ഓടിച്ചത്. പ്രവർത്തനം 5. ദൂരം അളക്കാം. ബിന്നിയും കൂട്ടുകാരും ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. ബെന്നി 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ, നിധി 160 സെൻറ്റിമീറ്റർ, ജിതിൻ 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ, റിമി 200 സെൻറ്റിമീറ്റർ, വിന്നി 1 മീറ്റർ 85 സെൻറ്റിമീറ്റർ. എ. കൂടുതൽ ദൂരം ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടെത്തുക. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം. ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 സെൻറ്റിമീറ്റർ എന്നത് 1 മീറ്ററാണ്. 100 സെൻറ്റിമീറ്റർ എന്നത് 1 മീറ്ററാണ്. അപ്പം ബെന്നി ചാടിയത് 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ, 1.25 മീറ്റർ. നിധി ചാടിയതോ 160 സെൻറ്റിമീറ്റർ. ജിതിന് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ, 1.5 മീറ്റർ. റിമിയോ 200 സെൻറ്റിമീറ്റർ. 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ. അപ്പോൾ 1-ാം സ്ഥാനം റിമിയാണ്, 200 സെൻറ്റിമീറ്റർ. അടുത്തത് 2-ാം സ്ഥാനമോ? വിന്നി, 1 മീറ്റർ 85 സെൻറ്റിമീറ്റർ. അടുത്തത് ബി. പട്ടികയിലെ ഏറ്റവും കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്ര? പട്ടിക ശ്രദ്ധിക്കുക. ഏറ്റവും കൂടിയ ദൂരം 200 സെൻറ്റിമീറ്റർ, കുറഞ്ഞ ദൂരം ബെന്നിയുടേതാണ് 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ. കുറഞ്ഞ ദൂരവും കൂടിയ ദൂരം തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത്. 200 കുറക്കണം 145 സമം 55 സെൻറ്റിമീറ്ററാണ് വ്യത്യാസമുള്ളത്. അടുത്തത് സി. ചുവടെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു പെൻസിലിൻ്റെ നീളം ആകാൻ സാധ്യതയുള്ളത് ഏത്? ശരി ഉത്തരം ടിക്ക് ചെയ്യുക. ഏതായിരിക്കും? ഓപ്ഷൻ 3 ആണ് ആൻസർ. 18 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ 1 മീറ്റർ ഒന്നും പെൻസിൽ ഉണ്ടാവില്ല. 18 സെൻറ്റിമീറ്ററാണ് ശരിയായ ആൻസർ. പ്രവർത്തനം 6. ശാസ്ത്രോത്സവം. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. 1-ാം ദിവസം ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, സാമൂഹ്യ ശാസ്ത്രമേള എന്നിവയിലൊക്കെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 2-ാം ദിവസം ഗണിതമേള, പ്രവൃത്തി പരിചയമേള, IT മേള എന്നിവയിലൊക്കെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ. 2 ദിവസവും കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര? 2 ദിവസം കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചത്. 145 കൂട്ടണം 122, അത് കൂട്ടിയാൽ സമം 267 കുട്ടികളാണ് 2 ദിവസം കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്തത്. അടുത്തത് ബി. ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികൾ എത്ര? ആകെ കുട്ടികൾ കാണാൻ മുഴുവൻ കുട്ടികളുടെ എണ്ണം കൂട്ടണം. 212 കൂട്ടണം 145 കൂട്ടണം 143 കൂട്ടണം 118 കൂട്ടണം 122 കൂട്ടണം 147 സമം 887 കുട്ടികൾ. മുഴുവൻ കുട്ടികളുടെ എണ്ണം 887. അടുത്തത് സി. 1-ാം ദിവസം 2-ാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു? 1-ാം ദിവസം 500 കുട്ടികൾ പങ്കെടുത്തു. 2-ാം ദിവസം 387 കുട്ടികൾ. അപ്പോൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു? 500 കുറക്കണം 387, 113 കുട്ടികളാണ് കൂടുതൽ പങ്കെടുത്തത്. 1-ാം ദിവസം 113 കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു. ഇത്രയുമാണ് ഗണിത ചോദ്യപേപ്പർ. താങ്ക് യു.